നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മാഡം ഉറങ്ങിയായിരുന്നു? നീ എന്തിനാ ഈ സമയത്ത് വിളിച്ചത്? ഞാൻ ഉറങ്ങിയോന്ന് അറിയാനോ അതോ എന്നോട് ഗുഡ് നൈറ്റ് പറയാനോ? ചൂടാവല്ലേ, ഒരു നല്ല കാര്യം പറയാൻ വിളിക്കുമ്പോ അതിന്റെ ആവേശം കെടുത്തിക്കളയല്ലേ. എന്നാ പറയ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിത്യ കളത്തിലിറങ്ങും. അവളുടെ ആങ്ങളയുടെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങണം. അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവള് ചെയ്യണം. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യിക്കും. വേണ്ടി വന്ന അക്ഷര ആശുപത്രിയുടെ ഫ്രണ്ടിൽ ഒരു പന്തല് വരെ കിട്ടും. സമരപ്പന്തൽ, നിരാഹാരം. അന്നേരം അത് കൂടിപ്പോയെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ല, ഒന്നും കൂടി പോകത്തില്ല. ഒന്നോട്ടും കുറയരുതെന്ന വാശിയിലാണ് ഞാൻ. ബാക്കി നാളെ സംസാരിക്കാം. ശരി മാഡം. സുനിത്തെ, ഒരു വാചകം പറഞ്ഞിട്ട് വെച്ചേക്കാം. ചില പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. അതിന് സുനിതയുടെ ഒരു ഒപ്പീനിയൻ കൂടി അറിയണം. നാളെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. വേണ്ട, ആശുപത്രിയിൽ വെച്ച് വേണ്ട, പുറത്തു വെച്ച് മതി. ശരി. എന്താ ഡാഡി എന്തോ ഒരു സംശയത്തിൽ എന്നെ നോക്കുന്നേ? സംശയം ഉള്ളതുകൊണ്ട്. ആരോടാ നീ ഇപ്പൊ ഫോണിൽ സംസാരിച്ചത്? എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് നിനക്ക് ഹോസ്പിറ്റലിന് വെളിയിൽ വെച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്? അത് പിന്നെ ഫാഷൻ ഷോയുമായി ബന്ധപ്പെട്ട്, പിന്നെ മുംബൈയിൽ നടക്കാൻ പോകുന്ന. നിന്റെ ഒരു ഷോയും എന്റെ മുമ്പിൽ നടക്കില്ല. നിനക്കൊരു തവണ ഉപദേശവും വാണിംഗും ഞാൻ തന്നതാണ്. ഹോസ്പിറ്റലിന് ദോഷമുണ്ടാവുന്ന ഒന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന്. അതിന് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും ഹോസ്പിറ്റൽ എന്റെ അല്ലേ? എന്ന് ആര് പറഞ്ഞു? ഹോസ്പിറ്റൽ എന്റേതാണ്, മനസ്സിലായോ? പിന്നെ നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം അവിടെ നിരഞ്ജനുണ്ട്. വ്യക്തമായിട്ടും നീ അത് മനസ്സിൽ വെച്ചോ. ഒരിക്കൽ നീ അപ്പച്ചയെ ഇളക്കി വിട്ട് സംസാരിപ്പിച്ചപ്പോഴേ അതിനുള്ള മറുപടി ഞാൻ അവൾക്ക് കൊടുത്തതാ. പിന്നെ നിനക്കിതൊക്കെ നോക്കി നടത്താൻ പ്രാപ്തിയായി എന്ന് എനിക്ക് തോന്നുമ്പോ, നീ അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങുമ്പോ ചിലപ്പോ നിനക്കും കൂടി ഒരു തുല്യ അവകാശം ഞാൻ എന്റെ വില്ലിൽ എഴുതി വെച്ചൊന്നു വരും. നിക്ക്. മോളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നീ ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇപ്പൊ നിന്നെ ഉപദേശിക്കാനും വഴക്ക് പറയാനും ഒക്കെ ഞാനുണ്ട്. ഞാൻ ഇനി എത്ര കാലം? അത് കഴിഞ്ഞാൽ നിന്റെ ഈ സ്വഭാവം വെച്ച് നീ ഒറ്റപ്പെട്ടു പോവില്ലേ? നിന്റെ അപ്പച്ചി എന്ന് പറയുന്നവള് മനസ്സ് നിറയെ വിഷമുള്ളവളാ. അവള് നിന്നെ കുഴി കൊണ്ട് ചാടിക്കേ ഉള്ളൂ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്റെ ഈ അഹങ്കാരമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. നിരഞ്ജന് ദൈവതുല്യമായൊരു മനസ്സുള്ളത് കൊണ്ടാണ് അവനിതെല്ലാം ക്ഷമിക്കുന്നത്. നിരഞ്ജന്റെ കാര്യം പോട്ടെ, നീ പ്രസവിച്ച കുഞ്ഞല്ലേ ശ്രുതിമോള്? നിനക്ക് ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ത് പഴിച്ചു? എന്തിനാണ് ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് വളർത്തി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? എന്തിനാ കുഞ്ഞിന്റെ മനസ്സ് നോവിക്കുന്നത്? ഇതേ പ്രായത്തിൽ കൂടി കടന്നു വന്നവളല്ലേ നീയും? നിന്നെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ നോവിച്ചിട്ടുണ്ടോ? ഒരർത്ഥത്തിൽ അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. മനസ്സുകൊണ്ടെങ്കിലും നീ നിന്റെ മോളോട് മാപ്പ് പറയണം. ബാലശാപം എന്ന് പറഞ്ഞാൽ ഈശ്വരശാപത്തെക്കാൾ വലുതാണ്. നീ കെട്ടിപ്പൊക്കുന്ന സ്വപ്നങ്ങളും സൗധങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു പോകും.
ഇതിൽ കൂടുതൽ എങ്ങനെ നിന്നെ ഉപദേശിക്കണമെന്നോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ എനിക്കറിയില്ല. നിന്റെ മനസ്സിൽ നീ വരച്ചു വെച്ചിരിക്കുന്ന കുതന്ത്രങ്ങളുടെ ആ മാസ്റ്റർ പ്ലാൻ നിന്റെ മനസ്സിൽ വെച്ച് തന്നെ നീ കീറിക്കളഞ്ഞേക്ക്. അക്ഷര ഹോസ്പിറ്റൽ തല ഉയർത്തി തന്നെ നിൽക്കും. എന്റെ തല ഈ ശരീരത്തിന് മുകളിൽ ഉള്ളിടത്തോളം കാലം. നിരഞ്ജമോൻ വിളിച്ചിരുന്നു. ആ, എന്തു പറഞ്ഞു വരുമോൻ? വേണമെങ്കിലേ സ്വാമിയെ ഇങ്ങോട്ട് വിടാന്ന്. എന്തിന്? നമുക്ക് കാവലിനോ? ആ, സ്വാമി വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാലും നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട പെങ്ങളെ. എത്ര കള്ളു കുടിച്ചാലും ഒരു പിച്ചാത്തി പിടിക്കാനുള്ള എല്ലാർപ്പൊക്കെ ശങ്കരന്റെ കൈക്ക് ഇപ്പോഴും മിച്ചമുണ്ട്. ആര് കൊല്ലാൻ വന്നാലും അവന്റെ പതപ്പിന് പിച്ചാത്തി കയറ്റി ഞാൻ. ചാവാൻ പേടിയില്ലാത്തവനെ കൊല്ലാൻ ആരും വരില്ല പെങ്ങളെ. ഇന്ന് പതിവിൽ കൂടുതൽ കുടിച്ചല്ലേ? ഇന്ന് പൊന്നുമണിയുടെ പക്കപ്പിറന്നാളല്ലായിരുന്നോ? ആ വകുപ്പില് 2 കുപ്പി എക്സ്ട്രാ. പൊന്നുമണി വരുമ്പോ ശങ്കരേട്ടനോട് ജീവനോടെ വേണ്ടേ? ഞാൻ അങ്ങനെയൊന്നും ചാവത്തില്ല പെങ്ങളെ. ഇപ്പൊ കാലം വന്നാലും ഞാൻ പറയും, പോയിട്ട് വാ, എന്റെ പെങ്കൊച്ചന്റെ കയ്യിൽ നിന്ന് ഇത്തിരി വെള്ളം വാങ്ങി കുടിച്ചിട്ടേ ഞാൻ വരൂന്ന്. പിന്നെ നമ്മൾ എത്ര കരുതലോടെ ഇരുന്നാലും ആരെ കാവൽ നിർത്തിയാലും വരേണ്ടവൻ വരും. കുറച്ചുകൂടെ കഞ്ഞി എടുക്കട്ടെ ശങ്കരേട്ടാ? ഓ വേണ്ട പെങ്ങളെ, വയറ് വല്ലാതെ നിറഞ്ഞാലേ ഉറക്കം കിട്ടില്ല. കള്ളിന്റെ കാര്യത്തിൽ ഈ ചിന്തയൊന്നും ഇല്ലല്ലോ. ആ, അത് പെങ്ങളെ നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. കള്ള് വയറ് നിറച്ചു കുടിച്ചാ നല്ല ഉറക്കം കിട്ടും. ഉറക്കം തരുന്ന മരുന്നാ കള്ള്. പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും ഏട്ടനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിട്ടേ ഉള്ളൂ. നിരഞ്ജനെ കൂടി ഇങ്ങോട്ട് ഞാൻ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ, എന്നാ പിന്നെ മരുമോനോടെ ഒരു ആംബുലൻസുമായിട്ട് വരാൻ പറയട്ടെ. മന്ത്രിമാരൊക്കെ പോകുമ്പോലെ സൈറനൊക്കെ മുഴക്കിട്ടാണ് പോവാലോ. ചുമ്മാ അറം പറ്റുന്ന വാക്കുകൾ പറയല്ലേ ശങ്കരേട്ട. ഏത് സമയത്താ നാവില് ഗുളികനുള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്താ ശങ്കരേട്ട, അവിടെ ആരോ ശങ്കരേട്ട. എവിടെ? ആരാണ്? നിക്ക്, വേണ്ട, പുറകെ പോകണ്ട ശങ്കരേട്ട. അവൻ പോയി തോന്നുന്നു. എന്നാലും അവൻ ആരായിരിക്കും ശങ്കരേട്ട? ആരായാലും ആയുസത്യവനാ. നാളെ ഇതൊന്ന് ചാണക്ക് വെച്ച് മൂർച്ച കൂട്ടണം. ഒറ്റ വെട്ടിന് അവന്റെ തല മുറിഞ്ഞ് മാറണം. വേണ്ട ശങ്കരേട്ട, വാ നമുക്ക് പോകാം. വാ. നീ എന്താ ഇടിവിട്ടിട്ട പോലെ നിക്കണേ? ഒന്നുമില്ല. നിന്റെ ഡാഡി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അല്ലെങ്കിലും രണ്ടുപേര് സംസാരിക്കുന്നത് പതുങ്ങി നിന്ന് കേൾക്കുന്നത് അപ്പച്ചിയുടെ പണ്ടേയുള്ള സ്വഭാവമാണെന്ന് ഡാഡി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ, അപ്പൊ അപ്പച്ചിയുടെ സ്വഭാവത്തിനായി കുറ്റം. ഞാൻ അബദ്ധത്തിൽ കേട്ടതാ. അതുകൊണ്ടെന്താ, നിനക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാൻ അപ്പച്ചിക്ക് കഴിയും. മുന്നറിയിപ്പോ? എന്ത് മുന്നറിയിപ്പ്?
നിന്റെ ഡാഡി ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചതിന്റെ ഉദ്ദേശം നിനക്ക് മനസ്സിലായോ? എന്തുദ്ദേശം?